വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കായി റീട്ടെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം. പൊതുജനങ്ങൾക്കുള്ള ഇന്ധന വിതരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണം. തുടക്കത്തിൽ 90 ദിവസത്തേക്കാണ് വിലക്കെങ്കിലും ആവശ്യമെങ്കിൽ ഇത് നീട്ടിയേക്കാം. റീട്ടെയിൽ പമ്പുകളിലെ കുറഞ്ഞ വിലയുടെ ആനുകൂല്യം മുതലെടുത്ത് വൻകിട ഉപഭോക്താക്കൾ പമ്പുകളിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. പുതിയ ഉത്തരവ് പ്രകാരം വ്യാവസായിക യൂണിറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റു വലിയ സ്ഥാപനങ്ങൾ എന്നിവർക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇനി ഇന്ധനം വാങ്ങാൻ കഴിയില്ല. പകരം അംഗീകൃത ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ വഴിയോ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴിയോ ഇന്ധനം കണ്ടെത്തണം. റീട്ടെയിൽ ബൾക്ക് വിലകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം കാരണം വൻകിടക്കാർ പമ്പുകളെ ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയിൽ അസാധാരണമായ വർധനവിന് കാരണമായതായി സർക്കാർ വിലയിരുത്തുന്നു. റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡീസൽ വാങ്ങുന്നതിനും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച പ്രത്യേക പാത്രങ്ങളിലേക്കോ മാത്രമേ ഇനി ഡീസൽ നൽകൂ. ഒരു ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ലഭിക്കൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ യാതൊരു കാരണവശാലും മറിച്ചു വിൽക്കാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് TCV